സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർക്കൂല്ലേ? ഈ അനുഭവം അങ്ങനെയൊന്നാണ്. ഞാൻ വേഗം പറയാം, കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും പറയണ്ടല്ലോ. ശ്രീകാന്ത് സാർ, എൻ്റെ പേര് സതി എന്നാണ്. വീട് കൊല്ലത്താണ് കേട്ടോ. ഞാൻ ത്രിമധുരം ചാനൽ എന്നും കാണും. ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വർഷത്തിൽ 2 തവണ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വരും. ഇപ്പോൾ എൻ്റെ കാല് വയ്യാതിരിക്കുന്നത് കൊണ്ട് വരാൻ കഴിയുന്നില്ല. എന്നാലും ഞാൻ വീട്ടിലിരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. വീടിൻ്റെ അടുത്ത് ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകും. അങ്ങനെ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞു, എൻ്റെ വിഷമം മാറ്റിത്തരണമെന്ന്. എൻ്റെ വിഷമം മാറുമ്പോൾ ഞാൻ ത്രിമധുരം ചാനലിൽ എൻ്റെ അനുഭവം ഇട്ടേക്കാമെന്ന് ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചുട്ടോ. എന്താ അനുഭവം എന്ന് കേൾക്കണ്ടേ? എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ട്. രണ്ടാമത്തെ കുഞ്ഞാകുമ്പോൾ അബോർഷൻ ആവുകയായിരുന്നു. ഇത്തവണയും അവള് പ്രഗ്നൻ്റ് ആവുകയും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹൃദയമിടിപ്പില്ലെന്നും വീണ്ടും അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച വെയിറ്റ് ചെയ്തു. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അബോർഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ കണ്ണനോട് പ്രാർത്ഥിച്ചു. സങ്കടത്തോടെ പറഞ്ഞു, കണ്ണാ, എനിക്കും കൂടി ഒരനുഭവം തരണം. കൊച്ചിന് ഹൃദയമിടിപ്പ് വന്ന് ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ കിട്ടണം. അടുത്ത ആഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിന് ഹൃദയമിടിപ്പ് വന്നു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞാൻ എൻ്റെ കണ്ണനോട് 1000 നന്ദി പറഞ്ഞു. എനിക്കൊരു അനുഭവം തന്നതിന് കേട്ടോ. സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അനുഭവങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ ഏടുകളാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വെറുതെ വായിക്കുകയല്ല, ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളാണ് നമ്മളിലേക്ക് അനുഭവങ്ങളായിട്ട് എത്തുന്നത്. നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ലോകത്തെവിടെയൊക്കെയോ ഇരിക്കുന്ന ആളുകളുടെ, ഏതെല്ലാം ഭാഗത്തിരിക്കുന്ന ആളുകളുടെ അനുഭവങ്ങളാണ് വരുന്നത്. ഗുരുവായൂർ എന്ന് പറയുന്ന ആ ഒരു പുണ്യ കേന്ദ്രത്തിൻ്റെ ഭഗവാൻ കുടികൊള്ളുന്ന ആ, എന്താ പറയേണ്ടത്, അതിനെക്കുറിച്ച് വാക്കുകളൊന്നും എനിക്ക് വർണ്ണിക്കാനറിയില്ല. ഒരുപാട് ആളുകൾ വർണ്ണിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ. അതാണ് എത്ര സ്ഥലത്തുള്ള എത്ര എത്ര വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്, ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. സതിച്ചേച്ചിയുടെ, സതിയമ്മ, സതിച്ചേച്ചി എന്നൊക്കെ വിളിക്കല്ലേ, അനുഭവമാണ്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാനുള്ള ഫോർമാലിറ്റീസ്, ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിൽ, കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ.